ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ XL6ന്റെ മിഡ് വേരിയന്റ് ആയ ആൽഫ വേരിയന്റ് ആണത്. 2025ലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രസയൊക്കെ നോക്കുന്നവർക്ക് എന്നാൽ ഒരു 7 സീറ്റർ വേണം എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കാറാണ് ഈ XL6. ബ്രസ ടോപ്പ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് XL6ലും മാരുതി കൊടുത്തിരിക്കുന്നത്. ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്ന സൺറൂഫും ആ ഒരു 9 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ മാത്രമാണ്. പക്ഷേ 7 ഇഞ്ചിന്റെ സ്ക്രീൻ ആണ് എങ്കിലും ഇതിനകത്തും 360 ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 മോഡൽ XL6 3 വേരിയന്റുകളാണ് വരുന്നത്: സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. ഇത് മിഡ് വേരിയന്റ് ആയ ആൽഫ വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആൽഫ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 75,000 രൂപ ഈ വേരിയന്റിന് കുറവാണ് വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ XL6ലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ആൽഫ വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കളർ, ഇത് ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു കളറാണ്. നമ്മൾ ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പക്ക ഒരു ബ്ലാക്ക് കളറായിട്ട് ഫീൽ ചെയ്യെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബ്ലൂ കളർ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇതിന് മുമ്പ് വന്നിരുന്ന മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ വരുന്ന ഒരു കളറാണ് ഈ ബ്ലൂയിഷ് ബ്ലാക്ക്. ഇത് ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. നിങ്ങളൊരു ബ്രസ നോക്കുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾക്കൊരു 6 അല്ലെങ്കിൽ 7 സീറ്റർ വേണം. അതുപോലെ തന്നെ എർട്ടിക നോക്കുന്നവർക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് അത്രയും കംഫർട്ട് ആയിട്ടുള്ള വേറൊരു വാഹനം വേണമെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ XL6 എന്ന് പറയുന്നത്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് താഴെയായിട്ട് നമുക്ക് DRL കാണാം, അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും നമുക്കൊരു ക്രോം ഇൻസൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് ടോപ്പിലും ഒരു ക്രോം ഫിനിഷ് കാണാവുന്നതാണ്. അതിനോട് ചേർന്ന് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഫുൾ യൂണിറ്റ് LED ആയിട്ട് കൊടുത്തിട്ട് ഈ ഒരു കോർണറിൽ മാത്രം ഹാലജൻ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് കാണാം, ഫോഗ് ലൈറ്റും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷുള്ള ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നടുക്ക് സുസുക്കിയുടെ ഒരു ലോഗോ. അതിന് താഴെയായിട്ട് നമുക്ക് 360 ക്യാമറ കാണാവുന്നതാണ്. ഫ്രണ്ടിൽ നമുക്കൊരു സിൽവർ കളർ സ്പിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. 185 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് XL6ലെ എല്ലാ വേരിയന്റുകളിലും വരുന്നത്. ഈ ഒരു മിഡ് വേരിയന്റിലും ടോപ്പ് എൻഡിലൊക്കെ ഒരേ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 195 60R60 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. നടുക്ക സുസുക്കിയുടെ ലോഗോ കാര്യങ്ങളുള്ള അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അലോയ് വീലുകളാണത്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സും 360 ക്യാമറയുടെ ഒരു ക്യാമറയും കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമാണ് വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതിന് താഴെയായിട്ട് നമുക്ക് സിൽവർ ഫിനിഷിൽ വശങ്ങളിലും സ്പിറ്റ് പ്ലേറ്റ് കാണാവുന്നതാണ്. വശങ്ങളിലും ചുറ്റുപുറം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് പോകുന്നതാണ്. ഇതൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാത്തത്. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡോർ ഹാൻഡിൽസ് നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാണാം. കീല സെന്റർ പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UV കട്ട് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ഒരു സിൽവർ ഫിനിഷിൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. XL6ന്റെ ഒരു വേരിയന്റിൽ നമുക്ക് സൺ റൂഫ് വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആന്റിന കാണാം. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ആൽഫ വേരിയന്റിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പോയിലർ ഈ വേരിയന്റിൽ വരുന്നതല്ല, അത് ആൽഫ പ്ലസിൽ വരുന്നതാണ്. ഈ ഒരു ആൽഫ വേരിയന്റിൽ ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. 360 ആയതുകൊണ്ട് അതിന്റെ ഒരു ക്യാമറ കാണാം. XL6 ഇങ്ങനെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. എല്ലാ വേരിയന്റുകളും അതിന്റെ ഒരു ബാഡ്ജിങ് കാണാം. ടെയിൽ ലൈറ്റ് നമുക്ക് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷനാണ് നമുക്ക് അകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഒരു സിൽവർ കളറിൽ സ്പിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നോർമൽ ലോക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറിന്റെ ഒരു ബട്ടണും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 209 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് ഈ 3 റോയും നിവർത്തി വെച്ചിരിക്കുന്ന സമയത്ത് 209 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. അതൊരു സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു 2 സീറ്റുകൾ. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 550 ലിറ്ററിന്റെ ബൂട്ടായിട്ട് ഇത് മാറും. അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബൂട്ട് സ്പേസ് ഉള്ള വാഹനമായിട്ട് നമ്മുടെ XL6 മാറും. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക്.
വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിൽ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. രണ്ട് വശത്തും കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും റോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും 7 സീറ്റർ ആണ്. ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം. പക്ഷേ 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് സ്പെയർ വീല് വാഹനത്തിന്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതിനടുത്തൂടെ എല്ലാം ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡുകളാണ്. ഇവിടെ നമ്മൾ ആ ഒരു സെൻട്രൽ കൺസോളിൽ കാണുന്ന സെയിം ടൈപ്പിലുള്ള വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊരു സിൽവർ ഫിനിഷും കാണാവുന്നതാണ്. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ ഗ്രില്ല് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. വശത്തായിട്ട് നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമ്മുടെ 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ കാണാം. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറാണ് XL6 ഇന്റീരിയർ വരുന്നത്. നമ്മൾ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇന്റീരിയർ ആയിട്ട് ഇത് ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് വുഡ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ഒക്കെ കൊടുത്ത് ഒരു പക്ക പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ വശമുള്ള സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. മാരുതിയുടെ എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് 3 സ്പോക്ക്. ഇതിൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയിട്ടാണ് സ്റ്റിയറിംഗ് വീല് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസ് വരുന്നു. വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ഹാഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സ്പീഡോ മീറ്ററും RPM മീറ്ററും നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഈ ടോഗിൾ ബട്ടണുകളായിട്ടാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു empty, പിന്നെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ടോപ്പ് എൻഡ് വേരിയന്റ് ആൽഫ പ്ലസ് വേരിയന്റിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററും കൂടി TPMS കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ വേരിയന്റിൽ TPMS വരുന്നില്ല. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണിത്. ഇതിന്റെ ഒരു സ്ക്രീൻ സൈസ് മാത്രമാണ് എനിക്കൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു 7 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ ബ്രസയിലും നമ്മുടെ ഹൈക്രോസിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ, ഹൈക്രോസ്, ഗ്രാൻഡ് വിറ്റാറയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ഈവൻ ബലെനോയിൽ പോലും ആ 9 ഇഞ്ചിന്റെ സ്ക്രീനാണ്. ചിലപ്പോൾ XL6 അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ മാരുതി ചിലപ്പോൾ ആ ഒരു സ്ക്രീൻ ഉൾപ്പെടുത്തിയേക്കാം. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള സിസ്റ്റമാണ്. ഇതിനകത്ത് തന്നെയാണ് മാരുതി 360 ക്യാമറയും കൂടി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ കാര്യങ്ങളാണ്. അതിനകത്ത് 1-2 സൂം ഓപ്ഷൻസും കൂടി മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്ന് നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വയർലെസ് ചാർജറിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിലൊരു കൂൾഡ് ഫീച്ചറോട് കൂടി കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. അതിന്റെ മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും എല്ലാം നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കാണാവുന്നതാണ്. നമുക്ക് സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനൊരു സോഫ്റ്റ് ടച്ച് ആംബ്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ സീറ്റുകളും ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ, ആൽഫ പ്ലസിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് ആൻഡ് കോ ഡ്രൈവർ വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. അതാണ് അടുത്തൊരു ഡിഫറൻസ്. നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രലിൽ നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs വരുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻട്രലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ലക്ഷറി ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ XL6ന്റെ മിഡ് വേരിയന്റ് ആൽഫ വേരിയന്റ് വരുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രി തുറക്കാൻ പറ്റും. വലിയ ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കാണാം.
ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് വരുന്നത്. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്, പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ മിഡിൽ 2 സീറ്റുകളും ക്യാപ്റ്റൻ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ ഹാൻഡ് റെസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ബാക്കിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലൂടെ ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ ഒരു മൊബൈൽ വെച്ച് ഒരു വയ്ക്കേണ്ട ഒരു ചെറിയ സ്റ്റോറേജ് പീസ് പോലെ കൊടുത്തിരിക്കുന്നു. ടോപ്പ് മൗണ്ടഡ് AC വെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ബാക്ക് ഈ ഒരു സീറ്റ് മാക്സിമം ബാക്കിലായിട്ട് ഇറക്കിയും ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് കയറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് കയറ്റിയിട്ടാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാവുന്നതാണ്. നമുക്ക് ബാക്ക് സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. എനിക്ക് 15 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. ഫ്രണ്ടിൽ മിഡിൽ റോ ക്യാപ്റ്റൻ സീറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് റോ 3rd റോ കൊടുത്തിരിക്കുന്നത് 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് 3 പേർക്കും ലോങ് റൈഡ് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്കൊരു 3rd പാസഞ്ചേഴ്സ് ഇല്ല എങ്കിൽ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി നമുക്ക് ലഗേജിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം നമ്മളുടെ XL6 തന്നെയാണ്. ശരിക്കും ഇന്റീരിയറിലെ സ്പേസ് കാര്യങ്ങളെല്ലാം നമ്മുടെ എർട്ടിഗയുടെ സിമിലർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് XL6ന്റെ ഇന്റീരിയർ എന്ന് പറയാം. XL6ന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ 2 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ ഇപ്പോൾ ബ്രസയിലൊക്കെ കണ്ട രീതിയിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നേക്കാം. ഇപ്പോൾ എല്ലാ വേരിയന്റുകളും 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ആൽഫ പ്ലസ് വേരിയന്റിൽ TPMS പോലെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും XL6ലും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. ബ്രസയിലും ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയന്റിലൊക്കെ കണ്ട സെയിം പെട്രോൾ എഞ്ചിൻ തന്നെ. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 14നും 15നും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ CNGയിലേക്ക് പോകാം. CNGക്ക് കമ്പനി 25+ മൈലേജ് ഒക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. സെയിം എഞ്ചിനിൽ തന്നെ നിങ്ങൾക്ക് CNGയും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ 2025 ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 3 വേരിയന്റ് ആണ് വരുന്നത്. സീറ്റ, ആൽഫ ആൻഡ് ആൽഫ പ്ലസ്. സീറ്റ വേരിയന്റ് ആണ് ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,85,000 രൂപയാണ്. സീറ്റ വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമ്മുടെ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,50,000 രൂപയാണ്. ഇപ്പോൾ ബ്രസയുടെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ്. അതുപോലെ തന്നെ എർട്ടിഗയുടെ ZXi പ്ലസ് വേരിയന്റ് ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് അത് വേറൊരു വാഹനം വേണമെങ്കിൽ, മീൻസ് 7 സീറ്റർ തന്നെ വേണം, എന്നാൽ കുറച്ചും കൂടിയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയന്റ് ആണ് സീറ്റ പ്ലസ്. സീറ്റ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ വേരിയന്റ്. ഈ സീറ്റ വേരിയന്റിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. സീറ്റയിൽ മാത്രമേ വരുന്നുള്ളൂ. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽഫ വേരിയന്റ് ആണ്. ആൽഫ മാനുവൽ വേരിയന്റിന് 15 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 16,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആൽഫ പ്ലസ് ആയിട്ടുള്ള ടോപ്പ് എൻഡ് വേരിയന്റിന് 15,75,000 മാനുവലിന് ഓൺ റോഡ് പ്രൈസ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 17,35,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മുടെ ബ്രസയുടെ ടോപ്പ് എൻഡ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 75,000 രൂപയുടെ അടുത്ത് പ്രൈസ് ഇതിന്റെ ടോപ്പ് എൻഡിന് കൂടുതലാണ്. ആൽഫ ആൻഡ് ആൽഫ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ഡിഫറൻസേ വരുന്നുള്ളൂ. മേജർ ആയിട്ടുള്ള ഡിഫറൻസ് 3 മാത്രമാണ്. 1 വെന്റിലേറ്റഡ് സീറ്റ്സ് വരും. പിന്നെ 2 നമുക്ക് TPMS വരും. 3 ബാക്കിലെ ഒരു സ്പോയിലർ വരും. ഈ 3 ഫീച്ചേഴ്സാണ് അഡീഷണലി ആൽഫ പ്ലസിൽ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആൽഫ വേരിയന്റ് എടുത്തിട്ട് നമുക്ക് ബാക്കിലെ സ്പോയിലർ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.